ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് നല്ല ഭംഗിയുള്ള ഒരു സമൂസയാണ്. സമൂസ ഷീറ്റ് നമ്മൾ മേടിച്ചിട്ടൊന്നുമല്ല, നമ്മൾ പരത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച അങ്ങോട്ട് ഷേപ്പിലൊന്നും വന്നിട്ടില്ല, എന്നാലും അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഷേപ്പിലൊക്കെ എന്തിരിക്കണല്ലേ, ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലേ. എന്നാലും ഒരു വിധമൊക്കെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം മൈദയാണ് കുഴിച്ചെടുക്കുന്നത്. നമുക്ക് മൈദ അല്ലെങ്കിൽ ആട്ടപ്പൊടി ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ മൈദയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ രണ്ട് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ആട്ടപ്പൊടി ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മൈദ ആയാലും കുഴപ്പമില്ല. ഇനി പച്ചവെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ആ ഗ്ലാസ്സിൽ ഒഴിച്ച കാരണമാണ് വെള്ളത്തിൻ്റെ വ്യത്യാസം. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കണ്ടത് ആ വെള്ളത്തിന് വ്യത്യാസം ഉണ്ടല്ലോ. അത് ആ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചാൽ ആ ഗ്ലാസ്സിൻ്റെ അടിയിലത്തെ കളർ മേലക്കായിട്ട് വരും. അപ്പോൾ അതാണ്. ഇപ്പോൾ പച്ചവെള്ളമാണ്, കരിങ്ങാലി വെള്ളം ഒന്നും അല്ലാട്ടോ. ഇനി നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ കുറച്ച് കറുത്ത എള്ളുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി കുറച്ച് ഇതാ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, വേഗം കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് കൈ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ നന്നായി കുഴച്ചെടുക്കുക. ഇത് കുഴച്ചെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. ബുദ്ധിമുട്ട് നമുക്കതങ്ങനെ ആ ഒരു ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച പോലെ നന്നായി കുഴച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതാ കൈയൊക്കെ നന്നായി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോണ്ട്, അത്രയും നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇനി സമൂസയിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ 1.5 സബോള എടുത്തിട്ടുണ്ട്, ചെറുതായ കാരണം. വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. പിന്നെ ചിക്കന് ഉപ്പും മഞ്ഞളും കുരുമുളകും കൂടി വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതും പിച്ചെടുത്തിട്ടുണ്ട്. മിക്സർ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തില്ല കേട്ടോ. അപ്പോൾ നന്നായി ചതഞ്ഞ് പോകില്ല, ഒന്ന് കടിക്കാൻ കിട്ടുന്ന പോലെയാണ് ആക്കിയെടുത്തേക്കണത്. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകും കൊണ്ടിട്ട് അതിൽ. പിന്നെ ഇതാ കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയും. അപ്പോൾ ഇത്രയൊക്കെയാണ് വേണ്ടത്. നമ്മളെ കയ്യിൽ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ചട്ടി ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഞാൻ സബോള ഒന്നിട്ട് വഴറ്റിയെടുക്കാം. സബോള നന്നായി വഴണ്ടി വരുമൊന്നും വേണ്ട കേട്ടോ, സമൂസക്കല്ലേ. നമുക്കൊന്ന് പിന്നെ ഒന്നും കൂടി ലാസ്റ്റ് വേവിച്ചെടുക്കണം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതാ സബോളൊക്കെ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സബോളക്ക് ആവശ്യമുള്ളത്, സബോളക്ക് മാത്രമല്ല ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കണമാണല്ലോ. അപ്പോൾ അതിനും കൂടി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സബോള ഒന്ന് പകുതിയായി വന്നാൽ മതി. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പേസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ അതിൽ ഗരം മസാല ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, 3 തണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്നിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എരിവിനനുസരിച്ചിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി ഒന്നും ഇതിലിട്ട് കൊടുക്കണില്ല. ഇതാ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിൽ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഞാനങ്ങനെ സമൂസ ഉണ്ടാക്കുമ്പോൾ ഞാനങ്ങനെ ഇടാറില്ല. 2 സൈസിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മല്ലിപ്പൊടി മുളകും പൊടി ഇടാത്ത സമൂസയാണ് ഇവിടെ ഇഷ്ടം. ഇനി ഇതാ അതിലേക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് കുറേ നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ലാസ്റ്റ് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മുന്നേ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ഇത് ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും കൂടിയിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏതെല്ലാം വെജിറ്റബിൾസ് ഇടാൻ പറ്റുമോ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും ഇടുന്നില്ല. അതപ്പോൾ ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചതായിരുന്നു, പക്ഷെ നന്നായി വെന്തിട്ടില്ല. ഞാനത് അങ്ങനെ ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കുകയും ചെയ്ത്, കുക്കറിൽ വിസിലടിക്കുകയും ചെയ്ത്. അപ്പോൾ അത് ശരിക്കാണ്ട് വെന്തിട്ടില്ല, എന്നാലും മുറിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി വേവിച്ചെടുക്കണ്ടല്ലോ. അപ്പോൾ അത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റും ഉരുളൻകിഴങ്ങും ഒക്കെ വെന്തിട്ട് വരണമല്ലോ. നമ്മൾ മറ്റേ സമൂസ ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കണമല്ലേ, അപ്പോൾ നമുക്ക് അതേ ഷേപ്പായി വരില്ല. പിന്നെ അതേപോലെ ഷീറ്റ് നമ്മൾ ചൂടാക്കി എടുക്കണമെന്നില്ലല്ലോ. നമ്മളത് പരത്തിയിട്ട് അങ്ങനെ അതിൽ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ അങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്, ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ ഇരുന്നിട്ട് ചൂടാറട്ടെ. അപ്പോഴത്തേനും നമുക്ക് ചപ്പാത്തിക്ക് പരത്തണ പോലെ പരത്തിയെടുക്കാണ്ടല്ലോ. അപ്പോൾ അതിനെ ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ 1 അരമണിക്കൂർ നേരം ഇത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാ ചെറിയ ഉരുളകൾ നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കണ പോലെ അത്ര കുറച്ച് വലിയ ഉരുളകളാവണം. പൂരിയുടെ അല്ല, എന്നാൽ ചപ്പാത്തിയുടെ അത്ര വലുപ്പമാവരുത്. അങ്ങനെ ആക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പരത്തിയെടുക്കണം. നല്ല കനം ആവരുത്, എന്നാൽ കനം കുറയും ചെയ്യരുത് കേട്ടോ. നല്ല കനം കുറയുകയാണെങ്കിൽ നമുക്കതിങ്ങനെ മടക്കിയിട്ട് നമ്മൾ വിചാരിച്ച ആ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റില്ല. എനിക്ക് അതാണ് ആദ്യം ഉണ്ടാക്കിയതിനൊക്കെ പറ്റിയത്. പിന്നെ ഞാൻ കുറച്ച് കനത്തിൽ പരത്തി നോക്കി, അപ്പോഴാണ് ഒരു വിധമെങ്കിലും ശരിയായി കിട്ടിയത്. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണത്. അപ്പോൾ അതിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഓടി ചാടി പോയി ഉണ്ടാക്കിയതാണ്. 2 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടാവും. തീരെ ശരിയാവണില്ല.
പിന്നെ എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ, വീഡിയോ ഓണാക്കി വെച്ചില്ല. പിന്നെ ശരിയാക്കി എടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഒരു വിധമെങ്കിലും ഒന്ന് ശരിയായി കിട്ടിയത്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ടാണ് പരത്തിയെടുത്തേക്കുന്നത്. ആ എള്ളൊക്കെ ആയി കിടക്കണ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. ഇങ്ങനെ ആക്കിയിട്ട് ഓരോന്നോരോന്നിട്ട് നമ്മൾ മീൻ വരിയണ പോലെ വരിഞ്ഞു കൊടുക്കുക. ഒരു സൈഡിൽ 3 എണ്ണം, ഒരു സൈഡിൽ 5 എണ്ണം ആക്കിയിട്ട്. അപ്പം നടുവിൽ ഈ സൈഡും അവിടെയും കൂടി ഇങ്ങനെ വരവില്ലാതെ കിടക്കും. അപ്പോൾ അവിടെയാണ് കേട്ടോ നമുക്ക് ആ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. മനസ്സിലായ? എനിക്കും ഇത് കുറേ നോക്കിയിട്ടാണ് മനസ്സിലായത്. പെട്ടെന്നൊന്നും അങ്ങനെ മനസ്സിലാവില്ല. ഇതിവിടെ വെച്ചു. ഇനി ആ ഒരു സൈഡ് വെച്ചിട്ട് ഇതങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഒരെണ്ണെടുക്കുക, ഇങ്ങോട്ടേക്ക് കൊടുക്കുക, എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ടേക്ക് കൊടുക്കുക. ഇപ്പോൾ മനസ്സിലായി? അങ്ങനെ ആക്കിയിട്ടാണ് എടുക്കേണ്ടത്. പണ്ട് പായൊക്കെ ഉണ്ടാക്കിയിരുന്നില്ല. ഞങ്ങൾ തറവാട്ടിലൊക്കെ ഈ ഓല മുടയാനൊക്കെ ചേച്ചിമാരൊക്കെ വന്നിരുന്നു. അവരിരുന്നിട്ട് ഓലൊക്കെ മുടയണ കണ്ടിട്ടുണ്ട്. അതേപോലെ പിന്നെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ആക്കിയെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ വലിയ ഷേപ്പായി വന്നിട്ടൊന്നുമില്ല. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോഴാണ് ഇങ്ങനെ ആയി വന്ന്. ഞാൻ അതിൻ്റെ മുന്നേ 3 ഉണ്ടാക്കി നാശമായിട്ട് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഒരുവിധം ശരിയായത്. അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ തന്നെ ബുദ്ധിമുട്ടായിപ്പോയി. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചതല്ലേ, പിന്നെ എന്തായാലും വീഡിയോ ഉണ്ട്, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒരുവിധം അങ്ങനെ ആക്കിയെടുത്ത കണ്ടില്ലേ. ഇങ്ങോട്ടും അങ്ങോട്ടും ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. ഒന്നും മനസ്സിലാവണുണ്ടാവില്ല അല്ലേ? എനിക്കും അതെ, ഫസ്റ്റ് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 3 ശരിയായി വന്നു കേട്ടോ. ഒരു 10 ഉണ്ടാക്കിയതിൽ 3 ശരിയായി വന്നു. നമുക്ക് സാധാരണ സമൂസ എങ്ങനെ ഉണ്ടാക്കുക അതേപോലെ ഉണ്ടാക്കിയെടുക്കുക. കണ്ടില്ലേ? ഇങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ സാധാരണ സമൂസ ഉണ്ടാക്കുക. അത് മറ്റേ നമ്മൾ ഷീറ്റൊക്കെ ആക്കിയിട്ട് എടുക്കും. ഇത് ഒരെണ്ണം എടുത്തിട്ട് 4 ആക്കിയിട്ട് ഇങ്ങനെ കോണാക്കിയിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. വേറെ പശയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ മൈദ കൊണ്ട് പശയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒട്ടിക്കില്ല. അതൊന്നും വേണ്ടത് പച്ചപ്പൊടിയല്ലേ, അപ്പോൾ അങ്ങോട്ട് ഒട്ടിപ്പോവും. നമ്മൾ കൈ വെച്ചിട്ട് ഒട്ടിച്ചാൽ തന്നെ ഒട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ ഒരുവിധം ബുദ്ധിമുട്ടിയിട്ടായാലും പറ്റണ ഷേപ്പിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചട്ടി വെച്ചിട്ട് ചൂടായപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഓയിൽ ചൂടായി അറിയാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ചെറിയൊരു തുണ്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഓയിൽ ചൂടായി എന്ന് അറിയാമല്ലോ, നമ്മൾ ആ മാവ് ഇട്ട് കൊടുത്താൽ അങ്ങനെ പൊന്തി വരുമല്ലോ. അപ്പോൾ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ സമൂസ തന്നെയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ആകാംക്ഷ ഉണ്ടായിരുന്നു ഇനി വെന്ത് വരുമ്പോൾ ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ എങ്ങനെയാണോ വരിക എന്നുള്ളതും കൂടിയിട്ട്. അപ്പോൾ ശരിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിൻ്റെ ലെയർ വിട്ടു പോരുമോ എന്നൊക്കെ വിചാരിച്ചു, ഒന്നും പോന്നിട്ടുണ്ടായില്ല. അതേപോലെ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നന്നാക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല ഷേപ്പും നല്ല ഭംഗിയൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, വിട്ടുപോരുക അല്ലെങ്കിൽ എണ്ണയിലേക്ക് പോവുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സമയം എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് അറിയും. പിന്നെ 1-2 പ്രാവശ്യം മുന്നേ ഉണ്ടാക്കിയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പൊക്കെ കിട്ടും. ആദ്യമായിട്ട് ഉണ്ടാക്കണ കാരണം എനിക്ക് കിട്ടാഞ്ഞത്. പിന്നെ ഞാനും സമൂസ ഷീറ്റ് മേടിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ പരത്തിയിട്ടായിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ നോമ്പിനൊക്കെ എനിക്ക് ഓർഡർ കിട്ടാറുണ്ട് സമൂസക്ക്. അപ്പോഴും ഞാൻ ഷീറ്റ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാറ്. വീട്ടിൽ ഇതേപോലെ പരത്തിയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കി നോക്കി നോക്കണം. അപ്പോൾ നന്നായി മുരിഞ്ഞ് വന്നിട്ടൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശരിയാവാത്തത് എന്നുള്ളത്. ഇപ്പം ഇട്ടതാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് കുറച്ചെങ്കിലും ശരിയായി വന്ന സാധനം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, ഞാനിത് നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നല്ലത് മാത്രം നിങ്ങളെ കാണിച്ചെന്നാൽ ശരിയാവില്ലല്ലോ. നാശമായതും കൂടി നിങ്ങളതിനെ കാണിച്ചു തരണ്ടേ, അല്ലെങ്കിൽ ഞാൻ കള്ളത്തരം ചെയ്യണ പോലെ ആവില്ലേ. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് നല്ലതും ചീത്തയും കൂടി കാണാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇതാണ് പിന്നീട് ഷേപ്പായി വന്ന സാധനം കേട്ടോ. മറ്റേതൊക്കെ എനിക്ക് നാശമായിട്ടാണ് കിട്ടിയത്. എന്നാലും കഴിക്കണ സാധനമല്ലേ, നമുക്ക് കളയാനൊന്നും പറ്റില്ലല്ലോ. ഷേപ്പായില്ലെങ്കിൽ ഞാനതൊക്കെ പൊരിച്ചെടുത്ത് കഴിക്കലും കഴിഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നന്നായി മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കുറേ നേരം ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഉരുളൻകിഴങ്ങ് ഇടണ്ട കേട്ടോ. ഉരുളൻകിഴങ്ങ് ഇട്ടാൽ അത് തണുത്ത് വരും. പെട്ടെന്ന് കഴിക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഉരുളൻകിഴങ്ങ് ഇടാം. ഞാൻ പറഞ്ഞല്ലോ നോമ്പിന് എനിക്ക് ഓർഡർ കിട്ടാറുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് ഇടാറില്ല. ഉരുളൻകിഴങ്ങ് ഇട്ടാൽ അത് അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് പെട്ടെന്ന് തണുത്ത് വരും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതൊക്കെ ഞാൻ ആദ്യം പൊരിച്ചെടുക്കുമ്പോൾ പരത്തിയെടുക്കുമ്പോൾ നാശമായ സാധനങ്ങളാണ്. അല്ല, കളയാൻ പറ്റില്ലല്ലോ, ഞാൻ എല്ലാം പൊരിച്ചെടുത്തു. ഇത് പിന്നെ നമ്മൾ ആ 4 മുറിച്ചിട്ട് ഉണ്ടാക്കിയല്ലോ, അപ്പോൾ അതും കൂടിയാണ്. ഇന്ന് നിങ്ങളതിനൊക്കെ ഞാൻ ഇരുത്തി ബോറടിപ്പിച്ചിട്ടുണ്ടാവില്ലേ കുറേ നേരത്തെ വീഡിയോ. അപ്പോൾ അത് ഞാൻ എത്ര എഡിറ്റ് ചെയ്ത് കുറച്ച് നോക്കുമ്പോഴത് കുറഞ്ഞ് വരുന്നില്ല. പിന്നെ എല്ലാം കൂടി കാണിക്കും വേണ്ടേ. പിന്നെ സ്പീഡിലിട്ട് പോയിട്ട് നിങ്ങൾക്ക് കണ്ടിട്ടും ശരിയാവില്ലല്ലോ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ അറിയില്ല പറഞ്ഞിട്ട് ഇരിക്കരുത്. നമുക്ക് പറ്റാവുന്ന പോലെ എങ്ങനെയെങ്കിലും നമ്മൾ ഉണ്ടാക്കി നോക്കണം. ഞാൻ അങ്ങനെയാണ് കേട്ടോ, ഒരു സാധനം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കില്ല. എന്തായാലും അതിപ്പോൾ എങ്ങനെയെന്നുള്ളതെങ്കിലും ചോദിച്ചറിഞ്ഞിട്ടെങ്കിലും ഉണ്ടാക്കി നോക്കി വെക്കും. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയൂ കേട്ടോ.
പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ വേഗം ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.